എൻ്റെ പേര് പൂജപ്പര എസ് ശ്രീകുമാർ. ഇതെൻ്റെ ഒരു ചെറുകഥയാണ്. കഥയുടെ പേര് രോഗി ആര്. കട്ട പിടിച്ച ഇരുട്ടിനെ കീറിമുറിക്കാൻ കാറിൻ്റെ വെളിച്ചം പോരാന്ന് തോന്നി. മുൻപ് ഈ റോഡിൽ ഒരു അജ്ഞാത ശല്യമുള്ളവരും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് ഭാര്യയോട് പറഞ്ഞില്ല. കാരണം അവൾ കൂടുതൽ ഭയന്നാലോ. രാത്രി കൈ കാണിക്കുക, വണ്ടിയിൽ കയറുക, പെട്ടെന്ന് അപ്രത്യക്ഷനാവുക, ഇതായിരുന്നു ആ പ്രത്യേകത. രണ്ടു വശത്തും വീടൊന്നുമില്ല. പകൽ കാണുന്ന സൗന്ദര്യം രാത്രി എന്തേ കിട്ടാത്തെ ഞാൻ സ്വയം ചോദിച്ചു. ഇന്നെന്താ ഇരുട്ട് കൂടാൻ കാരണം? ഒരു പക്ഷേ കണ്ണിൻ്റെ വെളിച്ചം കുറയുന്നതായിരിക്കുമോ? ഭാര്യയും ഇത് തന്നെ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, എന്താ ഇന്നത്ര ഇരുട്ട് കൂടാൻ കാരണം? കാറിൻ്റെ പുറത്തേക്ക് തലയിട്ട് ഞാൻ വീണ്ടും വൊമിറ്റ് ചെയ്തു. എനിക്ക് ശക്തമായ വൊമിറ്റിംഗ് ആണ്. എന്നിട്ടും ഞാൻ കാറിൻ്റെ ഗിയർ മാറ്റി വേഗത്തിലെത്തണം ആശുപത്രിയിൽ. നിർത്തണം കാർ, എന്നിട്ട് വൊമിറ്റ് ചെയ്യൂ, ഭാര്യ പതുക്കെ പറഞ്ഞു. രോഗി അവളല്ല കേട്ടോ, രോഗി ഞാനാ. എൻ്റെ അസുഖം കണ്ടാണ് അവൾ ഭയക്കുന്നത്. അടുത്തൊരു വീട് പോലുമില്ല. ഒന്ന് വിളിച്ചാൽ പോലും ആരും കേൾക്കാനില്ല. എനിക്ക് പേടിയാകുന്നു. ഭാര്യ വീണ്ടും വെപ്രാളം തുടങ്ങി. ഓണത്തിന് സസ്യാഹാരം മാത്രമേ ഭാര്യ തരൂ. സാമ്പാർ പരിപ്പ്, കടലപ്പായസം എല്ലാം കൂട്ടി ഓണസദ്യ കൊണ്ടു. ഗ്യാസ് പണി തന്നു. കുപ്പി നീ എവിടെ മാറ്റി? ഞാൻ ഭാര്യയോട് ചോദിച്ചു. കോപത്തോടെ ഭാര്യനെ കുറുക്കിൽ വാങ്ങി അടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളങ്ങനെ ആഘോഷിക്കണ്ട. ചിലപ്പോൾ ഇങ്ങനെ ആകില്ലായിരുന്നു. കടുത്ത തലവേദനയുള്ള തലയിൽ അമർത്തിക്കൊണ്ട് ഞാൻ മുരണ്ടു. മുൻപും പല പ്രാവശ്യം ഞാൻ എന്നെ ഇതുപോലെ കൊണ്ടുപോയിരുന്നു ആശുപത്രിയിൽ. ദൂരെ കുറുക്കാന്മാർ എവിടേക്കോ ഓരിയിടുന്നു. വെളിയിൽ ഇരുട്ടിൽ പല രൂപങ്ങൾ നോക്കി കൈ കാണിക്കുന്നു. ആരൊക്കെയോ പൊട്ടിച്ചിരിക്കുന്നു. വണ്ടിക്കാർ കൈ കാണിച്ചോ? ഞാൻ ബ്രേക്ക് ചവിട്ടിയില്ല. അയ്യോ, എൻ്റെ കാലമുള്ള പ്രേതം, ഭാര്യ ഉറക്കെ വിളിച്ച് പറഞ്ഞു. എനിക്ക് പുറത്തേക്ക് വന്ന ഗ്യാസ് വായിൽ അവിടെ നിന്ന് പേടിച്ച്. തോർത്തുകൊണ്ട് മുഖത്തുടച്ചുകൊണ്ട് ഞാൻ കാർ പതുക്കെ സ്ലോവാക്കി. നിർത്താൻ പറ്റില്ല കേട്ടോ, കാരണം ബാറ്ററി പ്രശ്നമുണ്ട്. ഇടിയത് പ്രേതവും കൂതവും ഒന്നുമല്ല, എൻ്റെ വൊമിറ്റിംഗ് വീണതാ. വൈപ്പർ ഇട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു. കാറിൻ്റെ സീറ്റിൽ ഔഷധയോടെ അവൾ കിടന്നു. ഞാനും. എങ്കിലും ഞാൻ വണ്ടി ഓടിച്ചു. നിങ്ങളെ ആദ്യം എത്തിക്കുക ആശുപത്രിയിൽ. നാളെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കും, ഭാര്യ ഉറക്കെ പറഞ്ഞു. പക്ഷേ ഇന്നെനിക്ക് വയ്യ കേട്ടോ. ഗ്യാസ് കാരണം നല്ല തലവേദന, നെഞ്ചുവേദന, വയറുവേദന എല്ലാം വളർന്നുകൊണ്ട് ഞാൻ അവളെ തലോടി. ഇതിപ്പോൾ എത്തും, ഭാര്യ വീണ്ടും പുലമൊന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞു, ഉടനെ എത്തും. ആശുപത്രി കിടക്കുമ്പോഴും ഞാൻ വീണ്ടും വൊമിറ്റ് ചെയ്തു. വയറുവേദന രൂക്ഷമായി. ഞാൻ കണ്ണിറത്തി. കടുത്ത തളർച്ചയിൽ ഇരുട്ട് കയറിയ കണ്ണിൽ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ നടക്കുന്ന ആ കാഴ്ച കണ്ടു. ആശുപത്രിക്കാർ സ്ട്രെച്ചറിൽ എൻ്റെ ഭാര്യയെ എടുത്തു കൊണ്ടുപോകുന്നു. ഒരു വെള്ളമെടുപ്പെട്ട സിസ്റ്റർ വന്ന് അവൾക്ക് ട്രിപ്പ് കൊടുക്കുന്നു. ഞാൻ ഡോർ പതുക്കെ തുറന്നു. പതുക്കെ ഇറങ്ങി. വീണാലോ, അത്ര വയ്യ എനിക്ക്. എന്നിട്ടും ഞാൻ ഉറക്കെ പറഞ്ഞു, രോഗി ഞാനാണേ. ഓടി വന്ന സെക്യൂരിറ്റിക്കാരൻ എന്നെ നോക്കി അലറി. വിളിച്ച് കൂവണ്ട, നമുക്ക് കണ്ടാൽ അറിയാം അസുഖക്കാരെ കേട്ടോ. ഡ്രൈവറെ, വണ്ടി മാറ്റിട്ട്, അയാൾ അലറി. എല്ലാവരും ഭാര്യയും കൊണ്ട് അകത്തേക്ക് പോയപ്പോൾ ഞാനും ഇരുട്ടും മാത്രം ബാക്കിയായി. ഞാൻ സ്വയം ചോദിച്ചു, രോഗി ആരാ?